ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മളിവിടെയാണ് കിടന്നത്. ഇത് നല്ലൊരു സ്പോട്ടാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഈ ക്യാമ്പ് സൈറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം വന്നേക്കുന്നത് ബാലിക്കാസ്റ്റിലാണ്. ബാലിക്കാസ്റ്റിൽ അവിടെ ഒരു ഗ്ലെൻമോർ എന്ന് പറഞ്ഞ ഒരു പിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തു. ക്യാമ്പിംഗ് സൈറ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടെൻറ്റുമായിട്ട് എല്ലാം വരണം. പിന്നെ ഇവിടെ ക്യാരവാൻ്റെ സൈറ്റുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ധാരാളം സ്ഥലമുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോയി കാണിക്കാം. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, പിന്നെ വാഷിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഒരു 2-3 ദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ബോട്ട് സർവീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ബീച്ചസ് എല്ലാം ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. അതുപോലെ ഞാനൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. ഇവരിതുവരെ എണ്ണീറ്റിട്ടില്ല. ഇവർ കിടന്ന് ഉറങ്ങുന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ എണീച്ച് ചായ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും ഇവരാണ്ട് കിടന്നുറങ്ങും. ഹലോ എണ്ണിക്ക് ചുമ്മാ കിടക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ കൊച്ചു വീട്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. കോൾമാൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇപ്പോൾ ഒരു ഏകദേശം പിന്നെ അവരുടെ സൈറ്റിൽ നിന്ന് അല്ലേ. ഏകദേശം 2-3 വർഷമായി ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അടിപൊളിയാണ്. ഇത് കഴിഞ്ഞ മഴയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇതുവരെ ഇതിനൊരു കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് ഫോണ് ഒക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഒരു വിൻഡോ, ഇവിടെ എല്ലാം വിൻഡോസ് ഉണ്ട്. അത് നമ്മൾ തുറന്നിട്ടില്ല. ഏകദേശം 2 വർഷത്തോളമായിട്ടും ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ മഴയത്ത് ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾ ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ലൈറ്റ് ഇവിടെയാണ് ഹുക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടെന്ന് പറയാം, ചാർജിങ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മളവിടെ വീഡിയോ കണ്ടില്ലായിരുന്നു, മറ്റേ കംപ്ലീറ്റ് കുത്തി വെക്കാമെന്നൊക്കെ. അത് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ഹീറ്റ് ഇതൊക്കെ കൊണ്ടുവന്ന് മറ്റേ ചെറിയ ഹീറ്ററൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊക്കെ കുത്തി വെക്കാം. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. തണുപ്പൊന്നും അധികം കയറത്തില്ല, വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. You want it? അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചോറിന് വലിയ കൂട്ടാനൊന്നും ഇല്ല. കുറച്ച് ബീഫുണ്ട്, കുറച്ച് ചിക്കൻ, പിന്നെ മീൻ, പിന്നെ നാരങ്ങാച്ചാറ്, ഇച്ചിരി പയറ്, മോരുകറിയുണ്ട്. പക്ഷെ എടുക്കാൻ മറന്നുപോയി. വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. നാളെ എടുക്കാം അല്ലേ. നമ്മൾ താമസിച്ചത് അവിടെയാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ ടോയ്ലറ്റ് ഉണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ഞാൻ ഫോണും കൂടി ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് മുകളിലോട്ടൊന്ന് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു പൂന്തോട്ടം അല്ല, കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഇവിടെ കാട് പിടിച്ചാൽ ഈ ഒരു ഭംഗിയാണ്. പിന്നെ നമുക്കിവിടെ ഇരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇന്നലെ രാത്രി ഇവിടെ പൊളി വൈബായിരുന്നു. ഇവിടെ ഒരു അപ്പച്ചനും അമ്മച്ചും ഉണ്ട്. ഗിറ്റാറൊക്കെ വായിച്ച് അടിപൊളി ഓളമായിരുന്നു. കെയർഫുൾ, ഓക്കെ, സ്ലിപ്പറി. അപ്പോൾ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ചെറിയൊരു ക്യാരവാൻ സെറ്റപ്പും ഗ്ലാമ്പിംഗ് പോഡും. ഇത് നമുക്ക് ബുക്ക് ചെയ്യണം നേരത്തെ. ഹലോ, ഗുഡ് മോർണിംഗ്. യാ, ഗുഡ്. എങ്ങനെ പോകുമ്പോൾ ഗുഡ് മോർണിംഗ്. ഇവിടെ കുറേ എല്ലാം നല്ല ആൾക്കാരാണേ. നമ്മൾ ആൾക്കാർക്ക് എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ചാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ക്യാരവാൻ ഒരു ചെറിയ സെറ്റപ്പുണ്ട്. ഇതും ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ താഴെയും സെറ്റപ്പുണ്ട്. അതും ക്യാമ്പർ വാൻ ക്യാരവാനോ കൊണ്ട് പാർക്ക് ചെയ്ത് നമുക്കൊരു ഗുഡ് മോർണിംഗ്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ടാവും പോകുന്നിടത്ത്. അത് നമ്മൾ പേ ചെയ്ത് നമുക്കിപ്പം എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്. ഓൺലി ഞങ്ങൾക്ക് പറ്റിയത് ഞങ്ങൾ ഞാൻ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി. ഇതാണ് ഇവരുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ വന്നിട്ട്
നമ്മൾ പകുതി പൈസ നമ്മളിവിടെ അടയ്ക്കണം, എന്നിട്ട് പകുതി നമുക്ക് ഓൺലൈനിലൂടെ അടയ്ക്കാം. അങ്ങനെയാണ് ഫെസിലിറ്റി. പിന്നെ ഇവിടെയും ചെറിയൊരു സെറ്റപ്പുണ്ട്. ക്യാമ്പർ വാനും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്ന് ഇവിടെ അതിനുള്ള ചാർജിങ് പോയിൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ടോയ്ലറ്റ്, 2 ടോയ്ലറ്റ് ഇവിടെ വരുന്നു. വാഷ് ഓഫ് ഫേസ് തന്നെ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ കോയിൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ ഡ്രയറും വാഷിംഗ് മെഷീനും നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ 2 ദിവസത്തേക്കിന് വന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അലക്കാനുള്ള പരിപാടിയാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇതൊന്ന് ചാർജ് ചെയ്തോട്ടെ. ഇപ്പോൾ ഗാർബേജ് ഒക്കെ ഇടാനുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ വേറൊരു ടോയ്ലറ്റ് വരുന്നത് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ടോയ്ലറ്റ് വരും. ഭയങ്കര സെറ്റപ്പൊന്നുമില്ല, ചെറിയ തോതിലുള്ള ഒരു ടോയ്ലറ്റാണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫൈൻ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നിടത്തെല്ലാം നമ്മുടെ വേസ്റ്റുകൾ ഒന്നും കളയാതെ നമ്മൾ തന്നെ അത് ക്ലീൻ ചെയ്ത് നമ്മളെവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുകയാണ് പതിവ്. ഇവിടെ ഒരാൾ പാത്രം കഴുകുന്നു. ഈ പാത്രം കഴുകാനുള്ള എന്തോ അത് ഉപയോഗിച്ചേക്കുന്നത് അലുമിനിയം ഫോയിലോ? ഓക്കെ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് അടിപൊളിയാണ്. നമ്മളിന്ന് ആ സൈഡിൽ അവിടെ ഒരു കിടന്ന സ്പോട്ടിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഒരു പുള്ളി കുതിരയുമായിട്ട് ഇത് ചെയ്ത് നിൽക്കുന്ന കാണാം. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ആർട്ട് വർക്കുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ വുഡിലൊക്കെ ചെയ്ത് ഇവിടെ ധാരാളം സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ്റെയും വലുതായിട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഏതോ ഒരു പ്രായം ചെന്ന ഒരു അപ്പച്ചനും അമ്മച്ചി നടത്തുന്നതാണ്. എന്നിട്ട് കാര്യമായിട്ട് അവരത് ടോയ്ലറ്റൊന്നും അത്ര വലിയ ക്ലീനൊന്നുമില്ല, പിന്നെ കുഴപ്പമില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ഏരിയയും പിന്നെ നമുക്ക് വൈകുന്നേരം ഒന്ന് ചില്ലാവാനുള്ള ഒരു ഏരിയയും എല്ലാം ആ സൈഡിലായിട്ട് വരും. അപ്പോൾ ജോഗിങ്ങിനും കാര്യങ്ങളൊക്കെ പോകണമെങ്കിലൊക്കെ ഇതുവഴി നേരെ പോവുക. പിന്നെ കടലിൻ്റെ സൈഡിലൂടെ നമുക്ക് ബീച്ചിൻ്റെ സൈഡിലും നമുക്ക് ക്ലിഫ് വാക്കിംഗ് ഉണ്ട് ആ ഏരിയയിൽ. പൊളി വൈബാണ്. മെയിനായിട്ട് നമ്മുടെ ഡ്യൂട്ടി കാര്യം പിന്നെ ഫാമിലി നമ്മൾ വീട്ടിൽ തന്നെ ആണല്ലോ മിക്ക ദിവസവും. അപ്പം അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ. ഞങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഫാമിലിയായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ബോറിംഗ് ആയിട്ട് ലൈഫ് നമുക്ക് വലിയ ബോറിംഗ് ആയിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഇതാണ് ഈ ഗ്ലാമ്പിംഗ് ബോർഡിൻ്റെ ക്യാമ്പ് സൈറ്റിൻ്റെ വിശേഷങ്ങൾ. സാധാരണ ഞങ്ങൾ ഗ്ലാമ്പിംഗ് ബോർഡാണ് എടുക്കാറ്. ചില സമയങ്ങളിൽ മാത്രമേ ടെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെൻറ്റ് ലൈഫ് സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഗ്ലാമ്പിംഗ് ബോർഡ് ചൂസ് ചെയ്യുന്നത് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോഴേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ക്യാരവാനൊക്കെ കിടക്കുന്നതാണ്. എനിക്ക് ക്യാരവാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം നമുക്ക് അധികം നമ്മളിപ്പം ട്രാവൽ ചെയ്യാറില്ല. കുട്ടികളൊക്കെ ചെറുതായാണ്, പഠിത്തമൊക്കെ കാരണം നമ്മൾ ഇപ്പോൾ അധികം ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ക്യാരവാനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ക്യാരവാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഇതാണ്. നമുക്ക് വണ്ടി ചുമ്മാ ഇടാനൊക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം. അപ്പോൾ ലൈഫിലെ വേറൊരു ഡ്രീമാണ് ഒരു ക്യാരവാൻ എടുക്കുക എന്നുള്ളത്.
I went to an alehouse I used to frequent, and I told the landlady my money was all. I took from my pocket 10 sovereigns bright, and the landlady's eyes opened wide with delight. She said, I have whiskey and wines of the best, and the words that I spoke were meant only in jest, and which no, nay, never, no, nay, never, no more will I play the wild rover, no, never, no more. I'll go back to my parents to confess what I've done, and I'll ask them to